ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഞാനിന്ന് വന്നിട്ടുള്ളത് ചക്കച്ചുള വെച്ച് ആവിയിൽ വേവിച്ചെടുത്തിട്ടുള്ള ഒരു തോരനുമായിട്ടാണ്. എന്നാൽ അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ഇതാണ് ചക്കച്ചുള. ഇതുപോലെ ഇതിൻ്റെ കുരുവൊക്കെ എടുത്ത് കളഞ്ഞ് ഇതുപോലെ കട്ട് ചെയ്തെടുക്കണം. നേരിയ രീതിയിൽ കട്ട് ചെയ്തെടുക്കണം. അതുപോലെ നേരിയ രീതിയിൽ കട്ട് ചെയ്തെടുത്ത് കൊണ്ടുവന്നതാണ് ഇത്. ഞാൻ കഴുകി വൃത്തിയാക്കി സ്ട്രെയിനറിലിട്ട് അരിപ്പയിലിട്ട് അരിച്ചെടുത്തിട്ടുള്ളതാണ്. നല്ലതുപോലെ കഴുകി എടുത്തിട്ടുള്ളതാണ്. ഇതുകൊണ്ട് നമുക്കൊരു തോരൻ വെക്കണം. ആദ്യം തന്നെ ഒരു ഇഡ്ഡലി ചെമ്പ് സ്റ്റൗ మీద വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു വാഴയില വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഈ ചക്കച്ചുള ഇട്ട് കൊടുക്കാം. ഇതൊന്ന് ആവി കയറ്റി എടുക്കണം. ഇതിന് വേണ്ടി ഒരു 1/2 ടീസ്പൂൺ ഇതിൻ്റെ മുകളിൽ ഉപ്പ് വിതറി കൊടുക്കാം. അത് ആവി കയറുമ്പോൾ അതങ്ങ് അലിഞ്ഞു കൊള്ളും. മൂടിയിട്ട് നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. ഒരു 5 മിനിറ്റ് വേവിക്കണം. ഇതാ ചക്ക ഇവിടെ വെന്ത് വന്നിട്ടുണ്ട്. നമുക്കിത് മൂടി തുറന്ന് നോക്കാം. ഇതാ ചക്കയുടെ വെന്ത് വന്നിട്ടുണ്ട്. അതവിടെ മാറ്റി വെക്കാം. പിന്നീട് സ്റ്റൗ మీద ഒരു കടായി വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്കൊരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കണം. തീ ഓണാക്കി കൊടുത്തിട്ടുണ്ട്. ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. എണ്ണ ചൂടായി വരുന്നുണ്ട്. അതിലേക്ക് 1 ടീസ്പൂൺ കടുകിട്ട് കൊടുക്കാം. 1 ടീസ്പൂൺ ജീരകം ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടി വന്നിട്ടുണ്ട്. അതിലേക്ക് 2 പച്ചമുളകാണ് നേരിയ രീതിയിൽ കട്ട് ചെയ്തെടുത്തിട്ടുള്ളതാണ്. ഇതിട്ട് കൊടുക്കുന്നുണ്ട്. പിന്നീട് ഒരു ചെറിയ ഇഞ്ചിയാണ് നീളത്തിൽ അരിഞ്ഞെടുത്തിട്ടുള്ളതാണ്. അതുകൂടി ഇട്ട് കൊടുക്കും. പിന്നീട് അതേപോലെ ഒരു 5-6 വെളുത്തുള്ളി നീളത്തിൽ അരിഞ്ഞെടുത്തിട്ടുള്ളതാണ്. എല്ലാം നീളത്തിലാണ് അരിഞ്ഞെടുത്തിട്ടുള്ളത്, കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. എല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നീട് ഒന്ന് ഇളക്കി കൊടുക്കാം. പിന്നീട് ഒരു നീളത്തിൽ അരിഞ്ഞെടുത്ത ഒരു ഉള്ളിയാണ്, അതുകൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഉള്ളി ഇവിടെ വാടി വരുന്നുണ്ട്. അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ഉപ്പിട്ട് കൊടുക്കാം. ഇത്രയും വാടി വന്നാൽ മതി ഉള്ളി. അതിലേക്ക് ഒരു തണ്ട് കറിവേപ്പിലയാണ്, അതിട്ട് കൊടുക്കുന്നുണ്ട്. പിന്നീട് ഒരു 5-6 കാന്താരി ഇതുപോലെ ചതച്ചെടുത്തിട്ടുള്ളതാണ്, അതുകൂടി ഇട്ട് കൊടുക്കാം. ഇട്ട് കൊടുത്തൊന്ന് ഇളക്കി കൊടുക്കണം. പിന്നീട് മഞ്ഞൾ പൊടി ഇട്ട് കൊടുക്കാം. 1 ടീസ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഒരു 1/4 കപ്പല്ല, ഒരു 1/2 കപ്പ് തേങ്ങ ചിരകിയതാണ്, അതുകൂടി ഇട്ട് കൊടുക്കാം. എല്ലാം കൂടി ഇട്ട് കൊടുത്തൊന്ന് ഇളക്കി കൊടുക്കാം. പിന്നീട് ഇതിലേക്ക് ആവി കയറ്റിയെടുത്ത ചക്കച്ചുള ഇട്ട് കൊടുക്കാം. ഈ തേങ്ങയും ഉള്ളിയും ഒക്കെ ഈ മസാലകളൊക്കെ എല്ലായിടവും ആകുന്ന വിധത്തിൽ നമുക്കൊന്ന് ഇളക്കി കൊടുക്കണം. ഉപ്പ് നോക്കണം. ഈ കുറച്ച് വെച്ചിട്ടാണുള്ളത്. ഉപ്പ് കുറവായിരുന്നു. ഒരു 1/2 ടീസ്പൂൺ കൂടി ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. എന്നിട്ട് ഇത് എല്ലായിടവും മസാല പിടിക്കുന്ന വിധം ഒന്ന് വേവിച്ചെടുക്കണം. ചെറുതായി ഒന്ന് വേവിച്ചെടുത്താൽ മതി. അതുകൊണ്ട് മൂടിയിട്ട് വെച്ച് ഒരു 5 മിനിറ്റ് അവിടുന്ന് വെന്ത് വരട്ടെ. ഇത് ആവിയിൽ വേവിച്ചെടുത്തത് കൊണ്ട് തന്നെ ഞാൻ വെള്ളമൊന്നും തളിച്ച് കൊടുത്തിട്ടില്ല. അതുകൊണ്ട് ഇടയ്ക്കൊന്ന് മൂടി തുറന്ന് ഇളക്കി കൊടുക്കണം. ഇനി കുറച്ചും കൂടി ക്രിസ്പി ആവാനുണ്ട്. മൂടിയിട്ട് കൊടുത്ത് 2 മിനിറ്റ് കൂടി നമുക്കിത് കുക്ക് ചെയ്തെടുക്കണം. ഇവിടെ മൂടി തുറന്ന് നോക്കാം. നല്ലതുപോലെ റെഡിയായി വന്നിട്ടുണ്ട്. അതിലേക്ക് 1 ടീസ്പൂൺ ജീരകത്തിൻ്റെ പൊടിയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. അതും കൂടി ഒന്ന് ഇളക്കി കൊടുത്തിട്ട് നമുക്ക് സർവ് ചെയ്യാം. മൂടിയിട്ട് കൊടുത്ത് തീ ഓഫ് ചെയ്ത് കൊടുക്കാം. ചക്കച്ചുള തോരൻ ഇവിടെ റെഡിയാണ്. ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. നല്ല ടേസ്റ്റാണ് കഴിക്കുവാനും. വെറൈറ്റി ആയിട്ടാണ് ഞാൻ ഉണ്ടാക്കിയിരിക്കുന്നത്. എന്നാൽ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കി ഫീഡ്ബാക്ക് അറിയിക്കുമോ? കമൻറ്റും സബ്സ്ക്രൈബും ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അടുത്തൊരു വീഡിയോയുമായി വരുന്നത് വരെ എല്ലാവർക്കും താങ്ക് യു ഫോർ വാച്ചിങ്.